ഹലോ ഗൈസ് വെൽക്കം ടു മൈ ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം രാവിലെ 5 മണിയായി. ഇന്ന് നമ്മൾ ഒരു ടെമ്പിളിൽ പോകാൻ ഡിസൈഡ് ചെയ്തു. ആൻഡ് ഇവിടുന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ട് ആ ടെമ്പിളിൽ. സോ അതിന് മുന്നേ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് രാവിലത്തെ സൗണ്ടാണിത്, വെരി ബാഡ്. അപ്പോൾ നമുക്കിനി ബ്രഷ് ചെയ്യണം. നമുക്ക് ഇന്ന് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടെമ്പിളിലാണ് പോകുന്നത്. സോ സോർട്ട് ഓഫ് ഡ്രസ്സിങ് ട്രഡീഷണൽ. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ബ്രഷ് ചെയ്യണം, ദെൻ കുറച്ച് ടച്ചപ്പ് ചെയ്യണം, ദെൻ ഒരു സാരി ഉടുക്കാനാണ് പ്ലാൻ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. സോ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് ഒരു ബ്ലാക്ക് സാരി ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സാരി എടുത്തൊക്കെ വേഗം പോയി. ഇപ്പം സമയം 6 മണി. ഞാൻ പല്ലൊക്കെ തേച്ച് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴേക്ക് സമയം 6 മണി. ഒരു 6:30 നമ്മളേക്ക് അവിടെ എത്തണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ലേറ്റായിപ്പോയി. ഒരു 7 മണീൻ്റെ മുന്നേ നമുക്ക് അവിടെ എത്തണം. സോ നമുക്ക് വേഗം റെഡിയാവാം. ഓക്കെ. സോ ഗൈസ്, ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. സോ നമ്മൾ കാറിലാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് 1 hour ട്രാവൽ ഉണ്ട്. അവിടെ 11:30 ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഓൺ ട്രാക്കാണ്. ഒരു 7:45 ആകുമ്പോൾ അവിടെ എത്തും എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഉള്ളത്. സോ നമ്മൾ പോകുന്നു. നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഗൂഗിളിൽ മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ എങ്ങനെയാണ് ടെമ്പിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ജസ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയും. നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. സോ ഞാൻ എൻ്റെ കൈയിൻ്റെ ഇത് വെച്ചിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. My name is Neha Shashindran and this is my boyfriend. His name is Vishnu Shramikal. So we are going to temple for the first time together and we are so excited for that. His face might not look excited but we are excited. Yeah, we are. Yay. അവിടെ എത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് ഇപ്പം നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. കാരണം ഈ സമയത്തൊന്നും ഞങ്ങൾ ആരും നീക്കാത്തതാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും. നിർത്തിയത് എവിടെയാന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. ഈ സമയത്ത് നീക്കലേ ഇല്ല. ഞങ്ങളൊരു 8 മണി 9 മണിക്ക് ആകുമ്പോഴാണ് നീക്കാറ്. ആൻഡ് ഇപ്പൊ എന്ന് വെച്ചാൽ 5 മണിക്ക് നീച്ചതാ. 5 മണിക്ക് നീച്ചിട്ടാണ് ഈ ലൈറ്റ് ആയിട്ടുള്ള. നിങ്ങളൊക്കെ ഒരു യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ വീഡിയോസ് വ്ളോഗൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചൊറിയുന്ന ആൾക്കാരെ കൂടെ വരാതിരിക്കുക. അതാണ് എനിക്ക് നിങ്ങളുടെ എന്റെ ഒരു അവസ്ഥ എങ്ങനെയായിപ്പോയി. രാവിലെ 6 മണിയായ സമയം ഭംഗി മാത്രമേ ഉള്ളൂ. Male chauvinist. He is male chauvinist. Hey, I am Neha Shashindran and this is not my boyfriend. അപ്പോൾ നമ്മളെ പ്ലാൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി അമ്പലമൊക്കെ ഒന്ന് കാണും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ എപ്പോഴും വെറും വയറ്റിൽ പോകണം, അങ്ങനെ ഒന്നും കഴിക്കരുതെന്നൊക്കെ പറയും. എന്നാലാണ് കൂടുതൽ ബ്ലെസ്സിങ് കിട്ടാറ്. അപ്പം അതുകൊണ്ട് വെറും വയറ്റിൽ പോകുന്നതാണ്. കാപ്പി പോലും കുടിക്കരുതെന്നാണ് നമ്മളെ കാർണോർമാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാനാണ് പ്ലാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല ആർക്കിടെക്ചർ ഒക്കെ ആണെന്നാണ് ഗൂഗിൾ പറയുന്നത്. സോ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടാണ് അവിടേക്ക് പോകാനൊക്കെ പ്ലാൻ ഇട്ടത്. പിന്നെ അവിടെ പോയാലറിയാം ആ സംഭവം തന്നെയാണോ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നുള്ള കാര്യം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല ദോശയും നല്ല ചമ്മന്തിയും ചൂട് കോഫിയും കുടിക്കാൻ തോന്നും. ഇപ്പം എൻ്റെ മൈൻഡിൽ അതാണുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. ആദ്യം നമ്മൾ പോകുന്നത് ടെമ്പിളിലല്ലേ. ടെമ്പിളിനെ പറ്റി നമുക്ക് ദൈവികമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഇപ്പോൾ 7:15 ആയിട്ടുള്ളൂ. നമ്മളവിടെ എത്തുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രസാദം ഉണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്കത് നോക്കാൻ പോയിട്ട്. ഓക്കെ. സോ നമുക്ക് യാത്രകളൊന്നും ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല. കാരണം എനിക്ക് അധികം യാത്ര ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. ഇത് പിന്നെ ഞാൻ നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാമല്ലോ. എനിക്ക് 2025 ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആവണം നല്ല ആഗ്രഹമുണ്ട്.
സോ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാൽ അറിയാം, ഞാൻ കുറച്ച് സമയം പോസ്റ്റ് കാര്യങ്ങൾക്ക് ഇടും, പിന്നെ ഞാൻ ഒന്നും ഇടൂല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് എൻ്റെ ആഗ്രഹം. സോ അതുകൊണ്ട് ഇനി കഷ്ടപ്പെട്ടിട്ട് വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ടെമ്പിളിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വ്യൂസ് ഒക്കെ കാണണ്ടേ. Are you excited with me? I am so excited. ആൻഡ് നമ്മൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കാണുന്നവരൊക്കെ മറക്കാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല വിശപ്പ് അങ്ങ് മുൻഗണനയിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു why can't we have something. അങ്ങനെ ചൂട് ഫിൽറ്റർ കോഫി, നല്ല ഗീ റോസ്റ്റ്, സാമ്പാറും, പിന്നെ ഇപ്പം തന്നെ വിശക്കുന്നു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാം. ഗീ റോസ്റ്റും കുറച്ച് വെള്ളച്ചമ്മന്തിയും കുറച്ച് ഓറഞ്ച് ചമ്മന്തിയും കുറച്ച് സാമ്പാർ. നല്ല ടേസ്റ്റ്. സൂപ്പർ. സോ നമ്മളിപ്പം 10 മിനിറ്റ് കൊണ്ട് ഇനി നമ്മൾ ആ അമ്പലത്തിലേക്ക് എത്താൻ പോവാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിശന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. ആൻഡ് നമ്മൾ ചുണ്ടത്തെ ലിപ്സ്റ്റിക് ഒക്കെ പോയി നമുക്ക് കുറച്ച് ടച്ചപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ അല്ല, മാബ്ലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. കുറച്ച് തേച്ചാൽ മതി, ചെറിയ ടച്ചപ്പ്. സോ വി ആർ റെഡി ടു ഗോ. ഇങ്ങനെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി. നല്ല ഹെവി മേക്കപ്പ് ഉള്ള പോലെ തോന്നും, പക്ഷെ ശരിക്കും നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളിനി 10 മിനിറ്റ് കൊണ്ട് വി ആർ ഗോയിങ് ടു റീച്ച് ദി ഡെസ്റ്റിനേഷൻ. നമ്മൾ പോകുന്ന ടെമ്പിൾ ഇതാണ് വരുന്നത്. വി ഓൾമോസ്റ്റ് റീച്ച്ഡ്. ഈ ടെമ്പിളിൽ നേരെയല്ല പാർക്കിംഗ് വരുന്നത്, പാർക്കിംഗ് ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഇത് ഫ്രണ്ടാണ്, പക്ഷെ ബാക്ക് കൂടെയാണ് പാർക്കിംഗ് എന്നാണ് ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ നേരത്തെ എത്തും, അതോ തിരക്കുണ്ടാവില്ല എന്നായിരുന്നു, പക്ഷെ തിരക്കുണ്ട്. വ്യൂ ഒക്കെ എങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ വേറെ ടെമ്പിളും ഉണ്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ കയറി ഇവിടെ എത്തി അറ്റ് ലാസ്റ്റ്. ഇതാണ് അമ്പലം. ഇതിന് 2 എൻട്രൻസ് ആണ് വരുന്നത്. ഒന്ന് ഇവിടെയുള്ള എൻട്രൻസും ഈ എൻട്രൻസും, പിന്നെ ഒന്ന് ബാക്ക് സൈഡിൽ കൂടെയുള്ള എൻട്രൻസും. 2 എൻട്രൻസാണ് വരുന്നത്. ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായി. ഇതാണ് ഇവിടുത്തെ മുല്ലപ്പൂ. എന്താ ഇതിൽ തുളസിയൊന്നുമല്ല, വേറൊരു ടൈപ്പ് ഇലയാണ് ഇതിലുള്ളത്. ഞാൻ അമ്പലം ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് അമ്പലം വരുന്നത്. ഗൂഗിളിൽ കണ്ട പോലെ തന്നെ നല്ല ആർക്കിടെക്ചറൊക്കെ ആയിട്ടാണ്. ഈ അമ്പലത്തിൻ്റെതും ഡോറാണ്, പക്ഷേ അവിടെ എൻട്രൻസ് കാര്യങ്ങളില്ല, അവിടെ ക്ലോസ്ഡ് ആയിട്ടാണുള്ളത്. അവിടെ പോലും പണി നടക്കണം. ഇതിലെ കൂടെയാണ് ഞങ്ങൾ കയറിയത്. ഇതൊക്കെ ആർക്കിടെക്ചറൊക്കെ നല്ല നല്ല രസമുണ്ട്. പഴയ ഒരു ടൈപ്പ് ഒരു അമ്പലം. എനിക്ക് ഹംപിത്തെ ടെമ്പിളൊക്കെ പോലെ തോന്നി കണ്ടിട്ട്. നല്ലൊരു എപ്പോഴും ഫുൾ ടൈം ഈ അമ്പലത്തിൻ്റെ മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സോ ഇഫ് യു ആർ ഇൻ ബാംഗ്ലൂർ യു ഷുഡ് വിസിറ്റ് ഹിയർ. ഈ ടെമ്പിൾ വന്നിട്ട് ബേഗൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബേഗൂർ ടെമ്പിളിന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെമ്പിളിൻ്റെ പേര് വന്നിട്ട് ശ്രീ പാഞ്ചാലിംഗ നാഗേശ്വര ടെമ്പിളാണ്. ഇതിൻ്റെ പ്രതിഷ്ഠ പാർവതി ശിവനൊക്കെയാണ്, പിന്നെ ഗണപതി എല്ലാവരും. അപ്പോൾ നമുക്ക് പൂജൻ്റെ തട്ടൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കിട്ടും. നമുക്ക് ഷീറ്റ് കാര്യങ്ങളൊന്നും മുന്നേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ആ തട്ട് മേടിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് പൂജ ചെയ്യുക. നമ്മളിപ്പം
പൂജയൊക്കെ കഴിഞ്ഞ് ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തു. നല്ല നല്ല അടിപൊളി ടെമ്പിൾ. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതിലൂടെയാണ് ഞങ്ങൾ കയറിയത്. ഇതിൻ്റെ പുറത്തൊക്കെയാണ് പൂജൻ്റെ സാമഗ്രികളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു ഡോറുണ്ട്. ദെൻ ഇതും ഡോറ് വരുന്നതാണ്. ഇവിടെയുള്ള ടെമ്പിളിൻ്റെതും ഈ ബിൽഡിങ്ങും ഡോറ് വരുന്നതാണ്. പക്ഷെ അത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിനി ടെമ്പിളിൽ നിന്ന് പുറത്തു പോവാണ്. ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പ്രസാദമൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. പക്ഷെ നല്ല വലിയ ക്യൂ ആണ്. സോ നിങ്ങൾ ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിൽ ഈ ടെമ്പിൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യാം.